എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നരച്ച മുടികൾ കറുപ്പിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ഡേയുമായിട്ടാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നമുക്ക് കുറച്ചധികം എടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രയും നമുക്ക് എടുക്കാം. ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ടും അതേപോലെ തന്നെ അകാല നര തടയുവാനായിട്ടും സഹായിക്കും. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവ് ഒരു താളിയായിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചെമ്പരത്തിപ്പൂവ് ഒരു താളിയായിട്ട് മുടിയിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു കണ്ടീഷണറാണ് ചെമ്പരത്തിപ്പൂവ്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഈ ഒരു ഹെയർ ഡേ നമ്മൾ തയ്യാറാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ചേർത്ത ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ എസെൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം. അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഏകദേശം ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുടിയിൽ സ്ഥിരമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് മിക്കവർക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നര വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു വെള്ളം നമ്മുടെ അകാല നര തടയുവാനായിട്ടും സഹായിക്കും. അപ്പോൾ നമുക്ക് ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം. നമ്മൾ ഏത് ഹെയർ ഡേ തയ്യാറാക്കുമ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ തയ്യാറാക്കണം. അതിനുശേഷം 2.5 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ബ്രാൻഡിൻ്റെ മൈലാഞ്ചിപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. പലരും പല വിധത്തിലാണ് മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇതാക്കി എടുക്കണം. പലർക്കും നെറ്റിയുടെ ഭാഗത്തും അതേപോലെ തന്നെ ചെവിയുടെ ഭാഗത്തുമായിരിക്കും നര കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതായത് പെട്ടെന്ന് കാണുന്ന ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും നര കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ഡേകളാണ് പലരും ഉപയോഗിക്കുന്നത്. എങ്കിൽ അത് പല സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഓവർനൈറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഷാമ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുടി കഴുകേണ്ടത്. അതായത് നമ്മൾ മുടി കഴുകാനായിട്ട് എടുക്കുന്ന വെള്ളത്തിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് മുടി കഴുകേണ്ടതും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുടി കഴുകേണ്ടത്. അതാവുമ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കില്ല. അതും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് മുടി കഴുകേണ്ടതും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.